മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉടൻ സഹായം നൽകുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ്. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസിനാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉറപ്പ് നൽകിയത്. ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് കെ.വി. തോമസ് 24നോട് പറഞ്ഞു. വയനാട് വിഷയത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ്. അദ്ദേഹം ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. പക്ഷേ വയനാടുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രം സഹായം നൽകുന്നില്ലെന്നുൾപ്പെടെയുള്ള ചില ഒരു ബുദ്ധിമുട്ട് കേരളം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു മാഷിന്റെ ഒരു കൂടിക്കാഴ്ച. നമുക്ക് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനം ഉടനെ ഉണ്ടാകുമോ കേരളത്തിലാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഇത് ധനകാര്യമന്ത്രി വിളിച്ചിട്ടാണ് പോയത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളും ഉൾപ്പെടെ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു, ചർച്ച ചെയ്തു. അതിൽ പ്രത്യേകിച്ച് ഈ ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം, വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമയബന്ധിതമായ നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ ചോദിച്ചു. എനിക്ക് പറയാമോ പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കേരളത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന് ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്താണെങ്കിലും സഹായം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് നമ്മുടെ ഒരു വിശ്വാസം. സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. നമ്മുടെ കയ്യിൽ കിട്ടണമല്ലോ. അപ്പോൾ കയ്യിൽ കിട്ടുന്നതുവരെ നമ്മളിതിൻ്റെ പുറകെ കൂടും. നേരത്തെ തന്നെ ഈ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് നമ്മളും വിവരങ്ങളൊക്കെ തന്നെ കൈമാറിയിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും ധനകാര്യമന്ത്രി പ്രത്യേകിച്ചൊരു ചർച്ചയൊന്നും അതുണ്ട്. റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ചിട്ട് സമയബന്ധിതമായി ഞാൻ പറഞ്ഞു നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. 4 മാസം കഴിഞ്ഞു, ജനങ്ങൾ പ്രതീക്ഷയില്ല. അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത ആളുകൾ, വിദ്യാർത്ഥികളും കർഷകരും, അത് ഞാൻ റിസർവ് ബാങ്ക് തന്ന മറുപടി അവർക്ക് കൊടുക്കുകയാണ്. അതുപോലെ നിത്യാന്തരയുടെ മറുപടിയും അവരെ കാണിച്ചു കൊടുക്കുകയാണ്. ആളുകളുടെ ദുരിതം മാഷ് കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചു. ഞാൻ ആ പേപ്പേഴ്സ് എല്ലാം കാണിച്ചു കൊടുത്തു. നിത്യാന്തര തന്ന കത്ത് പറഞ്ഞു. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ടീം വന്നു പരിശോധിച്ചു. അത് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിച്ച് നടപടിയെടുക്കുന്ന ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക ബാങ്കുകളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ റിസർവ് ബാങ്ക് ചെയർമാനെ കണ്ട കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഇവർ പാവപ്പെട്ട ആളുകളാണ്, അവർക്ക് തിരിച്ചടക്കാൻ കഴിയത്തില്ല. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടവർ ആ കാര്യത്തിൽ കൂടി തീരുമാനം ഉണ്ടാക്കണം. അതെടുക്കാൻ സമയബന്ധിതമായിട്ട് തന്നെ എടുക്കാം. അതായത് ഈ ദുരന്തബാധിതരുടെ വായ്പ എഴുതി തരണം. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ദുരന്തബാധിത വായ്പ എഴുതി കർഷകരും വിദ്യാർത്ഥികളും അവർക്ക് തിരിച്ചടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബാങ്കുകൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിലെന്തായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഒരു സമീപനം? പരിശോധിച്ച് ചെയ്യാം. പോസിറ്റീവായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്താണെങ്കിലും കേന്ദ്രത്തിൽ നിന്നൊരു അനുകൂല നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു നിലപാടനുസരിച്ച് അനുകൂലമായ നിലപാടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് നടക്കുമെന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും കേരളത്തിന്റെ സ്ഥിതിഗതികൾ, വയനാട് നേരിടുന്ന പ്രശ്നങ്ങളടക്കം കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സമയബന്ധിതമായി മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്നൊരു ഉറപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത VG 24.